ഹൈ ഗോൾഡൻ ടേസ്റ്റി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നതേ ഒരു കിടുക്കാച്ചി കീടനാശിനി ഉണ്ടാക്കുവാണ്. നിങ്ങൾക്കൊക്കെ അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ കിടുക്കാച്ചി സംഭവം ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഞാൻ അടിക്കുന്നത് കാണിച്ചു തരാം. അതിനായിട്ട് ഞാൻ ഒരു ഇച്ചിരി നീം ഓയിൽ എടുത്തിട്ടുണ്ട്. ഇത് നീം ഓയിലാണ്. ഈ നീം ഓയിൽ എന്ന് പറഞ്ഞാൽ വേപ്പെണ്ണ. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഇത് വിനാഗിരി, പിന്നെ കുറച്ച് സോപ്പ് ലായനി. ഇത്രയും സാധനം മതി. അതിനായിട്ട് ഞാൻ ഈ കപ്പിലേക്ക് ഒരു 50 മില്ലി വിനാഗിരി ഞാൻ ഒഴിക്കുവാണ്. 50 മില്ലി എന്ന് പറയുമ്പോൾ എന്തോരം നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അതിൻ്റെ ഏകദേശം ഒരു തുള്ളി കൂടിയെന്ന് വിചാരിച്ചുകൊണ്ടിട്ടൊന്നും പേടിക്കാനില്ല. പിന്നെ ഞാനൊരു 20 ഇതിൻ്റെ ഈ ഒരടുപ്പിന് ഒരു 25 മില്ലിയോളം കാണും. അത് ഞാൻ ഇതിനകത്തോട്ട് ഒഴിച്ചേ. അതായത് നീം ഓയിൽ തന്നെ വേണമെന്നില്ല. നമ്മൾ അപ്പമൊക്കെ ചുട്ട എണ്ണയുണ്ടെങ്കിൽ, കനച്ച എണ്ണയുണ്ടെങ്കിൽ, അതായത് ദുർഗന്ധം ഉള്ള എണ്ണ എന്ന് പറഞ്ഞാൽ ചീഞ്ഞ് നാറിയെന്നല്ല അതിനർത്ഥം. കനച്ചതും അങ്ങനെയൊക്കെയുള്ള എണ്ണകളൊക്കെ എല്ലാവരുടെയും കൈക്കിടെയൊക്കെ ആണെങ്കിൽ എല്ലാം ഉണ്ടെന്ന് വരികിൽ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. ഇനിയിപ്പോൾ വേപ്പെണ്ണയില്ല എന്ന് വിചാരിച്ചുകൊണ്ടിട്ട് ചെയ്യാതിരിക്കേണ്ട. ഇതും ഒരു 2 സ്പൂൺ മാത്രം. ഇത് സോപ്പാണ്, ഞാൻ പാത്രം കഴുകുന്ന ലിക്വിഡാണ്. അത് ഞാൻ ഒഴിച്ചിട്ട് ഈ ഇതിലേക്ക് ഒഴിക്കുക. ഇത് 1 ലിറ്റർ സാധനത്തിനുള്ള പിന്നെ കീടനാശിനിയാണ് കേട്ടോ. ഇത് സൂപ്പറാണ്, അടിപൊളിയാണ്. വേണമെങ്കിൽ കിടുക്കാച്ചി എന്നും പറയാം. ഓക്കെ, നാടൻ റോസാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതിന് എല്ലാം ആ കീടൻ അങ്ങോട്ട് ബാധിച്ചത് കൊണ്ട് നിറച്ച് മുട്ട. ഇതൊക്കെ എങ്ങനെയാണ് ഞാൻ പൊറിച്ച് കളയുക. അതുകൊണ്ടിട്ട് ഞാനിതൊന്നും കളയാതെ അതേലെ ഈ ഞാനങ്ങോട്ട് ഒഴിക്കുക. നന്നായി വരട്ടെ. നന്നായി വരുമെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ ഇലയൊക്കെ ചുരുണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു സംഭവം എന്നാന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, ഒരു സൈസ് വെള്ളീച്ച പോലൊരു സാധനമാണ്. ഇനി പുളിയോടത്ര തൃപ്തിയല്ലെന്ന് തോന്നുന്നു. ഏതായാലും അത് നന്നായിട്ടങ്ങ് പിടിക്കുന്നുണ്ട്. അതൊരു വലിയ വേണ്ടോ. ഇതൊക്കെ എങ്ങനെയാണ് ഞാൻ കൊത്തിക്കളയുക. പക്ഷേ ഇപ്പോൾ ഇതിന് കുഴപ്പമില്ല കേട്ടോ. ഞാൻ 1-2 അടിച്ചായിരുന്നു. അടിച്ചതിൻ്റെ ഗുണം എന്താണെന്ന് അറിഞ്ഞിട്ട് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചോണ്ട് കേട്ടോ. അപ്പോൾ നിറച്ച് മുട്ടുകളൊക്കെ ഉണ്ട്. അങ്ങനെ ആ ചെടി നിറച്ച് മുട്ടുകളാണ്. നിറച്ചും തീനിറം പോലെയുള്ള ഒരു സൈസ് ചെത്തിയാണിത്. ആ ചെത്തീനെ ഇത് ഉപദ്രവിക്കുന്നുണ്ട്. പൂക്കളുണ്ടാകും. അത് മുഴുവൻ ഏതാണ്ട് ഒരു പ്രാണി വന്നങ്ങ് തിന്നുക. അതിനെയും ഞാനങ്ങോട്ട് ഈയിടെ ഞാനത് കുറിച്ചപ്പോൾ 2-3 പൂക്കളിങ്ങനെ വലിയ പൂവുണ്ടാകുന്ന അതിത് തിന്ന് നശിപ്പിക്കുക. ഇത് മൊത്തം ഇത് കളഞ്ഞതാണ്. ഞാനിതിപ്പോൾ 2 നീക്കം അടിച്ചു. ഇത് 3ാമത്തെ പ്രാവശ്യം. അങ്ങനെയെങ്കിലും ഇതേലൊക്കെ ആ പൂക്കളുണ്ടായി നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ്. ചെറിയ പൂവാണെങ്കിലുണ്ടല്ലോ നല്ല ഭംഗിയായി നിറഞ്ഞങ്ങ് നിൽക്കുന്ന കാണാൻ. അന്നേരമാണ് ഇവർ വന്ന് ഈ നാടൻ കളിക്കണം. ഇതിലെല്ലാം ഇങ്ങനത്തെ ഇതായിരുന്നു. ഇപ്പോൾ അതെല്ലാം വളരെ കുറഞ്ഞു. നിങ്ങൾ പരീക്ഷിച്ചോളൂ കേട്ടോ. ഒരു പ്രശ്നവും ഇല്ല. ഇതാ ഞാനിപ്പോൾ അടിക്കുന്ന കാണുന്നില്ല. പച്ചക്കറികളെ വരെ ഞാനിത് അടിക്കുന്നത്. ആ വെള്ളീച്ച പോലൊരു സാധനമാണ് ഇതിൻ്റെ അടിയിൽ വന്ന് ഇതിനെ നശിപ്പിക്കുന്നത്. ചീനിക്കൊക്കെ എന്നാ സൂപ്പറാണെന്ന് പറഞ്ഞു. ഇത് ഈ വിനാഗിരിയാണ് അവരുടെ ശത്രു. ഉണ്ടോ, ഇതിപ്പോൾ നല്ല കൂമ്പ് വന്നിരിക്കുന്ന കണ്ടോ. നല്ല കൂമ്പാണ് വന്നിരിക്കുന്നത്. ഇനി ഒന്നുകൂടെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടി അങ്ങോട്ടൊന്ന് അടിക്കുക. ഇതൊക്കെ നാടനാണ്. ഇത് കൂട്ട് കൊലയായിട്ടുള്ള നാടൻ പിന്നെ റോസ. അത് അതിൻ്റെ കൂമ്പ് ആ പൂ അങ്ങ് തീരുമ്പോൾ ആ കൊല കണ്ടിച്ചിട്ട് കുത്തിയാൽ മതി. അപ്പോഴും അത് തളർത്ത് വരുന്നുണ്ട്. ഇതൊക്കെ നല്ല സൂപ്പറായി. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തോളൂ കേട്ടോ. ഒരു പ്രശ്നവും ഇല്ല. നല്ല സൂപ്പറായിട്ട് വരും. ഓക്കെ, എല്ലാവരും ശ്രദ്ധിക്കുക. എന്നിട്ട് ഇത് ചെയ്തേച്ചിട്ട് ഇഷ്ടപ്പെട്ടെന്നൊരു കമൻസും സബ്സ്ക്രൈബും ഒക്കെ തന്ന് ഹെൽപ്പ് ചെയ്യണേ കൂട്ടുകാരെ. ഇതെൻ്റെ പാവലൂട്ടി. പാവലയിലൊന്നും ഇതുവരെ ആയില്ല എന്ന് തോന്നുന്നു. ചെറിയ പാവയ്ക്ക ഇങ്ങനെ ഉണ്ടായി വരുന്നതേ ഉള്ളൂ. അവരെ ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആണ് ഞാനിപ്പോൾ ഇത് അടിച്ചു കൊടുക്കുന്നത്. ഇത് എന്തോ ഒരു വെള്ളരിക്ക പോലൊരു സംഭവം കൂടെ അതിൻ്റെ ചുവട്ടിൽ വളർത്തുന്നുണ്ട്. അതിനാണെന്നറിയില്ല. പിള്ളേരാരാണ്ട് കൊണ്ട് നട്ടതാണ്. അതുകൊണ്ട് ഇത് ഈ പാവയ്ക്കായൊക്കെ എങ്ങനെയാണ് പുഴുവിന് കൊടുക്കുന്നത്.
അപ്പോൾ അവർക്കൊക്കെ കൂടെ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാനിത് രണ്ടാം പ്രാവശ്യം അടിക്കുന്നത്. വല്ലപ്പോഴൊക്കെ ഞാനിങ്ങനെ അടിച്ചു കൊടുക്കുമ്പോൾ ആ ശല്യങ്ങളൊക്കെ അങ്ങോട്ട് പോയി കിട്ടും, അത്ര തന്നെ.